മീഡിയ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിലുള്ള മത്സരവും അതുപോലെ തന്നെ അവരുടെ ആരാധകർക്കിടയിലുള്ള ശത്രുതയെല്ലാം എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മലയാള സിനിമയുടെ കാര്യവും അത്ര ചെറുതൊന്നുമല്ല. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം തോന്നുന്ന, ആർക്കും അകൽച്ച തോന്നാത്ത ഒരു നടനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് കുടുംബ സദസ്സുകളുടെ നായകൻ എന്നാണ്. അതെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജയറാമിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഇത്തിരി തുളസിയിലെയും പനിക്കൂർക്കയിലെയും പറിക്കാൻ പോവുക. മിമിക്രി മേഖലയിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ നിരവധി നടന്മാർ നമുക്കുണ്ട്. സിനിമാ മേഖലയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് മിമിക്രിയെ പലരും കാണുന്നതും. അത്തരത്തിൽ സിനിമയിലേക്ക് എത്തിയ പല നടന്മാരും ഹാസ്യ നടന്മാരായിട്ടാണ് സിനിമയിൽ നിലയുറപ്പിക്കുന്നത്. പക്ഷെ ആ രീതിയെ പൊളിച്ചടുക്കി മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തി സൂപ്പർ താരമായി മാറിയ നടനായിരുന്നു ജയറാം. അതും കുട്ടികളും കുടുംബങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ താരം. അതിന് കാരണം ജയറാമിന്റെ സിനിമകളിൽ ധാരാളം ഹാസ്യരംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഇതിൽ ഒരു ഭാഗ്യം എനിക്ക് എന്താ ഉള്ളത്? ഞാൻ ധന്യനായി മുത്തച്ഛ, ധന്യനായി. ജയറാമിന്റെ മുഴുവൻ പേര് ജയറാം സുബ്രഹ്മണ്യൻ എന്നാണ്. പരേതരായ സുബ്രഹ്മണ്യൻ തങ്കം ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനായി 1964 ഡിസംബർ 10 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലുള്ള ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പെരുമ്പാവൂരിൽ തന്നെയുള്ള ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജയറാം കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നും തന്റെ ഉപരിപഠനവും കരസ്ഥമാക്കി. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് താമസിയാതെ തന്നെ ജയറാം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി നോക്കി. എന്നാൽ സ്വന്തം വഴി തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം കലാഭവനിൽ ചേരുകയായിരുന്നു. കലാഭവനിൽ നിന്നുമാണ് ശബ്ദ അനുകരണത്തിനുള്ള തന്റെ കഴിവ് അദ്ദേഹം തേച്ചു മിനുക്കുന്നതും നിരവധി വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചതും. സിനിമയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടിയത് ഈ മിമിക്രി വേദികളിലൂടെ ആയിരുന്നു. ആദ്യം ഒരു കുടം കള്ള്, അത് കഴിഞ്ഞിട്ടാവാം മറ്റെന്തും ആവാം. അതാണല്ലോ അവിടുത്തെ ശീലം. മുൻ IAS ഉദ്യോഗസ്ഥനും പ്രശസ്ത എഴുത്തുകാരനുമായ മലയാറ്റൂർ രാമകൃഷ്ണനെ അറിയാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ജയറാം സാക്ഷാൽ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അനന്തരവനാണ് എന്നുള്ള സത്യം അറിയാവുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ്. ജയറാമിന്റെ കുടുംബത്തിലുള്ള കൂടുതൽ ആൾക്കാരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ഉന്നത ഉദ്യോഗസ്ഥരും ആയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ മിമിക്രിയുടെ പുറകെ പോകുന്നത് വീട്ടുകാർക്കത്ര ഇഷ്ടമല്ലായിരുന്നുവെന്ന് ജയറാം തന്നെ ചില വേദികളിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ മിമിക്രിക്കാരൻ ഇന്ന് മലയാള സിനിമയുടെ തന്നെ അഭിമാനമാകുന്ന ഒരു നടനായി മാറി എന്നത് ചരിത്രം. തന്റെ 22ാമത്തെ വയസ്സിൽ ജയറാമിനെ സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ പത്മരാജനായിരുന്നു. 1988 പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചിത്രത്തിലെ നായക വേഷം നൽകിയായിരുന്നു അത്. ജയറാം സിനിമയിൽ തന്റെ ഗുരുവായി കാണുന്നതും പത്മരാജനെ തന്നെയാണ്. സിനിമയിൽ ഒരു ഉറപ്പുള്ള കരിയർ കെട്ടിപ്പടുക്കുന്നതിന് പത്മരാജൻ ജയറാമിനെ ഒരുപാട് സഹായിച്ചു. അപരൻ എന്ന ചിത്രത്തിന് ശേഷം അതേ വർഷം തന്നെ പത്മരാജൻ സംവിധാനം ചെയ്ത 3-ാം പക്കം എന്ന ചിത്രത്തിലും തൊട്ടടുത്ത വർഷം പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെ എന്ന ചിത്രത്തിലും അദ്ദേഹം ജയറാമിന് സുപ്രധാനമായ വേഷങ്ങൾ നൽകി. ഇക്കാലത്തും ഈ ചിത്രങ്ങളെല്ലാം തന്നെയും അവയിൽ ജയറാം അവതരിപ്പിച്ച വേഷങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 1991 പത്മരാജന്റെ മരണശേഷം ജയറാമിന്റെ കരിയറിൽ മറ്റൊരു വഴിത്തിരിവാകുന്നത് സംവിധായകൻ രാജസേനനുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ്. ഓ, ആശ്വാസമായി. ഞാൻ മുകുന്ദനുണ്ണി. സോറി, കുട്ടിയുടെ പേരെന്താ? നല്ല നാടൻ രീതിയിൽ തമാശ പറയുവാൻ ചിലർക്കുള്ള വിരുദ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരക്കാരോട് നമുക്കൊരു പ്രത്യേക അടുപ്പം തോന്നുകയും ചെയ്യും. ഇതുതന്നെയാണ് ജയറാമിനോട് നമുക്ക് എല്ലാവർക്കും കൂടുതൽ അടുപ്പം തോന്നുവാനുള്ള പ്രത്യേക കാരണവും. ഗ്രാമീണ ശൈലിയിലുള്ള നല്ല തനിനാടൻ മലയാളി തമാശകൾ ആസ്വദിക്കണമെങ്കിൽ ജയറാം ചിത്രങ്ങൾ തന്നെ വേണം. അതിനൊന്നും ഞാൻ എതിരല്ല. സ്ത്രീകളുടെ കഴിവുകൾ വീടിനുള്ളിൽ തളച്ചിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരളത്തിലെ തന്നെ പ്രമുഖ ചെണ്ടവാദ്യ കലാകാരന്മാരിൽ ഒരാളാണ് ജയറാം. ഗുരു പല്ലശ്ശന നന്ദകുമാറിൽ നിന്നും ചെണ്ട അഭ്യസിച്ച ജയറാം ഇന്ന് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് മേള പെരുമഴ തീർക്കുന്നു. ജയറാമിന്റെ ചെണ്ടപ്രേമം നന്നേ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടുകാരോട് പോലും പറയാതെ ചെണ്ടപ്പുറത്ത് കോലു വീഴുന്നിടത്തെല്ലാം താൻ പോകാറുണ്ടെന്ന് ജയറാം തന്നെ ചില വേദികളിൽ
പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ആ ചെണ്ടപ്രേമം വെറുതെ ആയില്ല. മികച്ച ആസ്വാദകനിൽ നിന്നും വിദ്വാനിലേക്കുള്ള ജയറാമിന്റെ വളർച്ച നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. മാത്രമല്ല, ജയറാം നായകനാകുന്ന ചില സിനിമകളിലെ രംഗങ്ങളിൽ തന്റെ ചെണ്ടയിലുള്ള പ്രാവീണ്യം തെളിയിക്കുവാനും ജയറാമിന് സാധിച്ചിട്ടുണ്ട്. എന്നേക്കാ കൂടുതൽ ചേരുന്നത് നിനക്കാ. നിന്റെ ഈ താടി പോലെ തന്നെ അവളുടെ മുടിയും. ഉത്സവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് നിരവധി കേരളീയ കാഴ്ചകൾ വന്നു നിറയും. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ രൂപം. ആനകൾ നമുക്കെന്നും ഹരം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏതൊരു മലയാളിയുടെയും വികാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉത്സവവും ആനയും എല്ലാം. ഇക്കാര്യത്തിൽ ജയറാമും വ്യത്യസ്തനല്ല. കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനപ്രേമികളിൽ ഒരാളായ ജയറാമിന് നിലവിൽ കേരളത്തിലുള്ള പ്രശസ്തമായ ആനകളുടെ പേര് മനപ്പാടമാണ്. മാത്രമല്ല, ഒരു ആനയുടെ ചിത്രം കണ്ടാൽ അത് ഏത് ആനയാണെന്ന് പറയാൻ മാത്രം ഹൃദ്യസ്ഥമാണ് ജയറാമിന് ഓരോ ആനയുടെ രൂപവും. ആനപ്രേമം മൂത്ത് ഒന്നിലധികം ആനകളുടെ ഉടമസ്ഥൻ കൂടിയാണ് ജയറാം. കേരളത്തിലെ കൃഷിയിടങ്ങളും കാർഷിക വൃത്തികളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരുടെ ലളിതവും നിഷ്കളങ്കവുമായ ജീവിതവും എല്ലാം തന്നെ അതിമനോഹരമായി കോരിയിട്ടിട്ടുള്ളതാണ് നമ്മുടെ മലയാള സിനിമകളിൽ ഭൂരിഭാഗവും. ഇത്തരം സിനിമകളെല്ലാം തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു നടനാണ് ജയറാം. കേരളത്തിന്റെ ആത്മാവ് ഉറങ്ങുന്ന ഗ്രാമങ്ങളുടെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ജയറാം ചിത്രങ്ങളിൽ നമുക്ക് കൂടുതലും കാണുവാൻ സാധിക്കുന്നത്. തനി മലയാളിയായി നമ്മളിൽ ഒരാളായി മലയാളികൾക്ക് ഒരുപക്ഷെ ഇത്രയും അടുപ്പം തോന്നിയ നടൻ വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. സിനിമയിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും കൃഷിയും പശുവളർത്തലിലുമൊക്കെ സമയം കണ്ടെത്തുന്ന ഒരു തനി നാട്ടിൻപുറത്തുകാരനായ വ്യക്തിയാണ് ജയറാം. നടി പാർവതിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ജയറാമിന് കാളിദാസൻ, മാളവിക എന്നീ 2 മക്കളാണുള്ളത്. അതിൽ മകൻ കാളിദാസൻ തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഇതിനോടകം തന്നെ ശ്രദ്ധേയനായ ഒരു നടനായി കഴിഞ്ഞു. സംവിധായകരായ രാജസേനൻ, സത്യൻ അന്തിക്കാട്, കമൽ എന്നിവരുടെ ചിത്രങ്ങളിലൂടെ നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കുകയും ഒപ്പം തന്നെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത ജയറാം ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് സിനിമകളിലും നായകനായും സഹനടനായും വില്ലനായും ഒക്കെ അരങ്ങു തകർക്കുകയാണ് ജയറാം. മിമിക്രിയിൽ നിന്ന് തുടങ്ങി ഇത്രയധികം ഉയരങ്ങളിലേക്ക് എത്തി നിന്നാലും ജയറാം എന്നും ആ പഴയ ജയറാം തന്നെയാണ്. ഉത്സവങ്ങളെയും ചെണ്ടയെയും ആനയെയും കൃഷിയെയും എല്ലാം അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന നാട്ടിൻപുറത്തുകാരനായ മലയാളികളുടെ സ്വന്തം ജയറാം.